Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓറ ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. അറ്റ്ലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വർ ആൻഡ് പഴയങ്ങാടി. വൈറ്റ് ഹൗസ് ഗാലറി, നാഷണൽ ഹൈവേ, ചെറുവത്തൂർ. ഫോൺ 9446493339. 48,500 രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോറോം മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാങ്കോലൻ മനോഹരൻ നേണിക്കം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റും. ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയത് ആയിരങ്ങൾ. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ലോട്ടറി ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും. എഴുത്തു ലോട്ടറിക്കെതിരെ നടപടിയെടുക്കുക, 50-50 ലോട്ടറി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. ഉൾപ്രദേശങ്ങളിലുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്രയ്ക്കായി അനുഭവിക്കുന്നത് വലിയ പ്രയാസം. സ്കൂൾ ബസിനായി നിവേദനം നൽകിയിട്ടും ഫലമില്ല. സമ്പൂർണ്ണ സെപ്റ്റി ടാങ്ക് എന്ന ആശയവുമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. പദ്ധതി നിത്യവിമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി സർവേ നടപടികൾ പൂർത്തിയായി. മുന്നോടിയായി പൊതുസഭയും നടന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിലെ കുടിവെള്ളം മലിനമാകുന്ന സാഹചര്യത്തിൽ. വാർത്തകൾ വിശദമായി. കോറോം മുച്ചിലോട്ട് പെരുങ്കാളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാങ്കോലൻ മനോഹരൻ നേണിക്കമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാൻ നിയോഗിക്കപ്പെട്ടത്. ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം കോറോം ശ്രീ മുച്ചിലോട്ടുകാവിൽ ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ അരങ്ങിൽ അടിയന്തരത്തോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അന്തിത്തിരിയനിൽ നിന്ന് കോറോം മുച്ചിലോട്ടുകാവ് അന്തിത്തിരിയൻ ഏറ്റുവാങ്ങുന്ന അരിയും തുമ്പപ്പൂവും നെല്ലും അഷ്ടമംഗലത്തിനുള്ള സ്വർണവും അരങ്ങിൽ ജന്മകണിശൻ തയ്യാറാക്കിയ രാശിക്കളത്തിലേക്ക് ചിരിഞ്ഞു. ഇതിൽ സ്വർണത്തിന്റെ സ്ഥാനവും രാശിയും നോക്കിയാണ് തുടർന്നുള്ള പ്രശ്നചിന്ത നടന്നത്. ജന്മകണിശൻ പ്രകാശൻ മണിയരുടെ നേതൃത്വത്തിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാനുള്ള ദേവീഹിതം അറിയാനായി വരച്ചുവെക്കൽ ചടങ്ങ് നടത്തിയത്. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയായി കാങ്കോലൻ മനോഹരൻ നേണിക്കത്തിനെ വരച്ചുവെക്കലിലൂടെ കണ്ടെത്തി. സ്വർണത്തിന്റെ സ്ഥിതി പുഷ്പാക്ഷരങ്ങളുടെ മധ്യകണ്ണത്തിലെ തമിഴ്ന്നിട്ട് കന്നിപ്പളവാണ്. ഇതൊക്കെ സ്ഥിതിയും പ്രധാനമായിട്ട് പരിഗണിക്കണം. തദ്ദേവതാനുഗ്രഹം. അപ്പോൾ അതിലെ ഉണ്ട് നിവർത്തിരാശിയിലെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ അതില് സർവേശ്വരാണാം ധിഷണേ സ്ഥിതിത്യം സാന്നിധ്യമസ്മാ ധിഷണേ അനുകൂലേ
നിത്യവിശൽ പ്രതിമോപീഠ ചലന ഛേദാധിക സന്നിധി ക്ഷീണത്വഞ്ച നിവേദ്യ ദീപവിഹതീത് അജ്ഞാധനാനാം ഹതി ക്ഷേത്രേശ പ്രതിവാദജാത ദുരിത ക്ഷേത്രാഭാവം അധോമുഖിയെ കഥയതാം സ്വർണ്ണേ ഫലം ദൈവവിത്ത്. ഇത് രണ്ടാം തവണയാണ് മനോഹരൻ നേണിക്കത്തിന് ഭഗവതിയുടെ തിരുമുടി അണിയാൻ ഭാഗ്യം ലഭിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ സഹദേവതമാരിൽ പ്രധാനിയായ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലധാരിയായി ആലക്കാട്ടെ രഘു നേണിക്കത്തെയും കണ്ടെത്തി. ക്ഷേത്രം കോയ്മക്കാർ, ആചാരക്കാർ, ബാല്യക്കാർ, സ്ഥാനികർ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. തിരുമുടി അണിയാൻ ഭാഗ്യം ലഭിച്ച കാങ്കോലൻ മനോഹരൻ നേണിക്കം മുച്ചിലോട്ടുകാവിൽ പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ വ്രതം ആരംഭിച്ചു. വരച്ചുവെക്കൽ ചടങ്ങിന് ശേഷം ഭഗവതിയുടെ പീഠത്തിനായുള്ള പ്ലാവിന് കുറിയിടൽ ചടങ്ങ് നടന്നു. ജന്മാശാരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പീഠം കഴിച്ച് ബാക്കി വരുന്ന വിറക് മേലേരിക്ക് ഉപയോഗിക്കും. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന കോറോ മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് വരച്ചുവെക്കൽ ചടങ്ങ്. അതാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെയും ഒപ്പം കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും കോലധാരികൾ നിശ്ചയിക്കുന്ന ചടങ്ങാണിത്. മണിയറ പ്രകാശൻ ജ്യോത്സ്യരുടെ ജന്മകണിശൻ മണിയറ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ, അതായത് രണ്ടാം തവണയും കോറോ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചത് കാങ്കോലൻ മനോഹരൻ നേണിക്കമാണ്, അതായത് മനു നേണിക്കമാണ്. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് രഘു നേണിക്കം, ആലക്കാട് സ്വദേശിയായിട്ടുള്ള രഘു നേണിക്കമാണ് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചത്. ഏറെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നിരുന്നു. ഇതേ തുടർന്ന് അന്നദാനവും ഇവിടെ ക്ഷേത്ര സന്നിധി ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. 13 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം തവണയും മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാനുള്ള ജന്മസുഹൃതമാണ് കാങ്കോലൻ മനോഹരൻ നേണിക്കത്തിന് വന്നുചേർന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണിതെന്ന് മനോഹരൻ നേണിക്കം പറഞ്ഞു. രണ്ടാം തവണയും മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയാൻ ഭാഗ്യം സിദ്ധിച്ചതിന്റെ സാഫല്യത്തിലാണ് കാങ്കോലൻ മനോഹരൻ നേണിക്കം. മനോഹരൻ നേണിക്കം എന്നാണ് പേരെങ്കിലും തെയ്യപ്രേമികൾക്കിടയിൽ മനു നേണിക്കം എന്ന ചുരുക്കപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അമ്മാവനും പ്രശസ്ത തെയ്യം കോലധാരിയുമായ കാങ്കോലൻ ചിണ്ടൻ നേണിക്കത്തിൽ നിന്നും തെയ്യത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു തുടങ്ങിയ മനോഹരൻ നേണിക്കം പിന്നീട് അദ്ദേഹത്തോടൊപ്പം തന്നെ തെയ്യാട്ടക്കാവുകളിൽ സജീവമായി. ചെറുപ്രായത്തിൽ ഓണത്താർ കെട്ടിത്തുടങ്ങിയ മനു നേണിക്കം ഇന്ന് തെയ്യാട്ടക്കളത്തിൽ കെട്ടിയാടാത്ത തെയ്യങ്ങൾ വിരളമാണ്. ഭഗവതിമാർ, വേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിദൈവങ്ങൾ, ചാമക്കാവിലെ ഭീമാകാരമായ തിരുമുടിയേറ്റുന്ന തിരുവർക്കാട്ട് ഭഗവതി തുടങ്ങി നിരവധി തെയ്യക്കൊലങ്ങൾ ഇദ്ദേഹം കെട്ടിയാടി. കഴിഞ്ഞ 35 വർഷക്കാലമായി തെയ്യം രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. കൊങ്ങിണിച്ചാൻകാവിൽ വെച്ചാണ് നേണിക്കമായി ആചാരപ്പെട്ടത്. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണിതെന്ന് മനോഹരൻ നേണിക്കം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 15 വയസ്സ് വേടം കെട്ടിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും. മഹാഭാഗ്യം. രണ്ടാമത്തെ റെഡിയൊക്കെ ഉണ്ടായ ഒരു സ്ഥലത്ത്. പരേതനായ എരമംഗലം രാമന്റെയും കാങ്കോലൻ വീട്ടിൽ കാർത്യായനമ്മയുടെയും മകനാണ് മനു നേണിക്കം. ബിന്ദുവാണ് ഭാര്യ. മാനവ് ഏകമകൻ. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം ധരിക്കാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തലാണ് ഇനിയുള്ള 9 ദിവസങ്ങളിൽ. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ വ്രതം ആരംഭിച്ചിരിക്കുകയാണ് നേണിക്കം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യൻ.
ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ലോട്ടറി ഓഫീസിനു മുൻപിൽ മാർച്ചും ധർണയും നടത്തി. എഴുത്തു ലോട്ടറിക്കെതിരെ നടപടിയെടുക്കുക, 50-50 ലോട്ടറി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. എഴുത്തു ലോട്ടറിക്കെതിരെ നടപടിയെടുക്കുക, 50-50 ലോട്ടറി ഉപേക്ഷിക്കുക, ഞായർ ലോട്ടറി നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ലോട്ടറി ഓഫീസിനു മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. PT അനിൽ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി ജിൻസ് മാത്യു, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കാനായി, പൂന്തോടൻ ബാലൻ, മോഹനൻ മാമാനം, ഷിജിൻ പഴയങ്ങാടി, സത്യൻ പുറച്ചേരി, പപ്പൻ കരിവെള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബസ് സൗകര്യമില്ലാത്തതിനാൽ ദൂരദേശങ്ങളിലെ പല കുട്ടികളും യാത്രാക്ലേശത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഉൾപ്രദേശങ്ങളായ ഏരിയം, എരമം, വെള്ളോറ, പെരുവാമ്പ, ഓലയമ്പാടി, മണിയറ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നിരവധി കുട്ടികളാണ് ഇവിടെ പഠിക്കാനായി എത്തുന്നത്. ഭൂരിഭാഗം കുട്ടികളും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചാണ് സ്കൂളിലെത്തുന്നത്. ബസ്സുകളുടെ എണ്ണം കുറഞ്ഞതും മലയോര മേഖലയിലേക്ക് സർവീസ് കുറവായതും കാരണം ബസ്സുകളിൽ നല്ല തിരക്കാണ് നിത്യേന. ഇതിനാൽ പല കുട്ടികൾക്കും ബസ്സിൽ കയറാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ ബസ്സിൻ്റെ വളരെ ഒരു കുഴപ്പമുണ്ട്. രാവിലെ ആണെങ്കിൽ തന്നെ 8 മണിക്ക് ബസ്സുണ്ട്, പക്ഷെ അതിന് കയറാൻ കഴിയില്ലുണ്ടായിട്ട. തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ 4:30 സ്കൂൾ വിട്ടാൽ തന്നെ 4:45 ബസ്സുണ്ട്. അതിനൊന്നും കയറാൻ കഴിയില്ല. പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുമ്പോഴേ ബസ്സിന് നല്ല തിരക്കാണ്. തിരക്കഴിഞ്ഞാൽ 1-2 കുട്ടികളെ മാത്രമാണ് കയറ്റൽ. പിന്നെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കുട്ടികൾക്ക് ഇതന്നെ അവസ്ഥ. വീട്ടിലേക്ക് വൈകിയെത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. വൈകുന്നേരങ്ങളിൽ ഏരിയം, പറവൂർ, എരമം, പേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന കുട്ടികൾ അതുവഴി വരുന്ന വാഹനങ്ങൾക്ക് കൈകാണിച്ച് വാഹനങ്ങൾ കയറുന്ന സ്ഥിതിയാണ്. സമീപ പ്രദേശങ്ങളിലെ എല്ലാ സ്വകാര്യ സ്കൂളുകൾക്കും വാഹന സൗകര്യങ്ങൾ നിലവിലുണ്ട്. സ്കൂൾ ബസ് ഇല്ലാത്തത് സ്കൂളിന്റെ അഡ്മിഷനെ തന്നെ ബാധിക്കുന്നുണ്ടെന്ന് അധ്യാപകരും പറയുന്നു. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ യാത്രാക്ലേശം വളരെയധികം അനുഭവിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ ഫീഡിംഗ് ഏരിയ എന്ന് പറയുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്, പെരിങ്ങോ ബേക്കര പഞ്ചായത്ത്, എരമംകുറ്റൂർ പഞ്ചായത്ത്, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഏരിയകളിലൊക്കെ ഇതിൻ്റെ വ്യാപ്തി ഫീഡിംഗ് ഏരിയ വ്യാപിച്ചു കിടക്കുകയാണ്. അവിടെ നിന്ന് കുട്ടികൾ രാവിലെ സ്കൂളിലെത്തുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ സന്ധ്യയായാലും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ സ്വന്തമായിട്ട് വാഹനമില്ല എന്നത് ഒരു പോരായ്മ തന്നെയായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. സമീപത്തുള്ള വിദ്യാലയങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഇവിടുത്തെ അഡ്മിഷനെ പോലും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നിരവധി പ്രദേശങ്ങളിലെ കുട്ടികൾ ബസ്സുകളെ ആശ്രയിക്കുന്നതിനാൽ മിനിമം 4 ബസ്സുകളെങ്കിലും സ്കൂളിനായി അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സമ്പൂർണ്ണ സെപ്റ്റിക് ടാങ്ക് എന്ന ആശയവുമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് നിത്യവിമുക്തി ക്യാമ്പയിന്റെ ഭാഗമായാണ് മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾ പൂർത്തീകരിച്ചു. മുന്നോടിയായി പൊതുസഭയും നടന്നു. നിത്യമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി 1700ഓളം സോക്ക്പിറ്റ് നിർമ്മിച്ച് ദ്രവമാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സെപ്റ്റിക് ടാങ്ക് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി പൊതുസഭ സംഘടിപ്പിച്ചു. കുടിവെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിനകത്ത് മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് ഒരുക്കുക എന്നതാണ് പഞ്ചായത്തിന്റെ പദ്ധതി. ഇതിന്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സംസ്ഥാന ശുചിത്വ മിഷൻ, ജില്ലാ ശുചിത്വ മിഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് ഏജൻസികളുടെ സഹകരണത്തോടെ മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് എന്ന ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ, CDS അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘം ഒരു ദിവസം കൊണ്ട് സർവേ പൂർത്തീകരിച്ച് പഞ്ചായത്തിന് കൈമാറി.
പദ്ധതിക്ക് മുന്നോടിയായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പൊതുസഭ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക എന്ന ഒരു വലിയ കടമ്പയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കടമ്പ കടക്കാൻ തീർച്ചയായിട്ടും കേരള സർക്കാരും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തും അതിന്റെ ഉദ്യോഗസ്ഥരും നമ്മുടെ വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷയായി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ലക്ഷ്മി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലിക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മനോഹരൻ, ദേവരാജൻ, ശുചിത്വ കേരള മിഷൻ ആർ പി ബാലചന്ദ്രൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി എം പി വിനോദ് കുമാർ, വി ഒ സുകേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU അവകാശ ദിനം ആചരിച്ചു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടിജന്റ് ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്താനുള്ള നടപടി ത്വരിതപ്പെടുത്തുക, സ്പെഷ്യൽ റൂൾ രൂപീകരിക്കുക, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, തസ്തിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU അവകാശ ദിനാചരണം നടത്തിയത്. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപം ധർണ സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗവും CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ കെ കൃഷ്ണൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. കണ്ടിജന്റ് ജീവനക്കാരും അനുവദിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ കണ്ടിജന്റ് ജീവനക്കാരുടെ തസ്തികകൾ വർധനവ് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികൾ നിശ്ചയിക്കുന്നതിനും നഗരസഭയോ ഭരണകൂടമോ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസൻ, സതീശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, പി രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ സമ്മതിദായക ദിനാഘോഷ പരിപാടിയുടെ പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ നടന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു. പയ്യന്നൂർ നഗരസഭാതല ദേശീയ സമ്മതിദായക ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ നിർവഹിച്ചു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാഷ തുടങ്ങിയ പരിഗണനകൾക്കോ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്കോ വസന്തരാകാതെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സധൈര്യം വോട്ട് ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സൂപ്രണ്ടുമാരായ കെ ഹരിപ്രസാദ്, എ ആന്റണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാട്ടുപന്നി ശല്യം രൂക്ഷമായ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ വനംവകുപ്പിന്റെയും എംപാനൽ റെസ്ക്യൂവിൽ ഉൾപ്പെട്ട സംഘവും എത്തി. കർഷക സംഘം ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയും പഞ്ചായത്തും സംയുക്തമായാണ് നേതൃത്വം നൽകിയത്. കർഷക സംഘം ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്ക് ആശ്വാസമായി എംപാനൽ റെസ്ക്യൂവിൽപ്പെട്ട 20ഓളം ടീമിനെ എത്തിച്ചത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ സംഘം വെടിവെച്ചു കൊന്നു. പന്നിശല്യം നേരിടുന്ന കുറുക്കൂട്ടി, ചൂരൽ, അരിയിൽ മേഖലകളിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എംപാനൽ റെസ്ക്യൂവിൽപ്പെട്ട 20ഓളം ടീം എത്തിയത്. കുറുക്കൂട്ടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഈ പഞ്ചായത്തിലെ കർഷകർക്കെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ സേവനങ്ങളും പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ അങ്ങോട്ട് തയ്യാറാണ്. കെ രാജേഷ് അധ്യക്ഷനായി. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി EV ജയാനന്ദ്, TK ഗോവിന്ദൻകുട്ടി, TP മനോജ്, ശ്രീകുമാർ, ജോഷി റാം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോറോം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിനായി ഒരുക്കുന്ന ഉരുപ്പടികൾ മിക്കതും പാലമരം കൊണ്ടുള്ളതാണ്. പെരുങ്കളിയാട്ടത്തിന്റെ പ്രഥമ സ്ഥാനത്തുള്ള കന്നിക്കലവറിയുടെ പ്രധാന തൂണുൾപ്പെടെ നിർമ്മിക്കുന്നത് പാലമരം കൊണ്ടുതന്നെ. പെരുങ്കളിയാട്ടത്തിന്റെ ഉരുപ്പടികൾ മിക്കതും പാലമരത്തിലാണ് നിർമ്മിക്കാറ്. കളിയാട്ടത്തിൽ പ്രഥമ സ്ഥാനമുള്ള കന്നിക്കലവറിയുടെ മധ്യഭാഗത്തെ പ്രധാന തൂണുൾപ്പെടെ പാലകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോറോം മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ടത്തിനായി പാലമരത്തിൽ ഉരുപ്പടികൾ ഒരുക്കുന്ന തിരക്കിലാണ് വിദഗ്ധരായ ഒരു കൂട്ടം തൊഴിലാളികൾ. പുതിയ വീടുണ്ടാക്കണം, ആ വീട് സമർപ്പിക്കണം കളിയാട്ടത്തിന് വേണ്ടി.
അപ്പോൾ ബാക്കി എല്ലാ പണിയും പാലമരം കൊണ്ടാണ് ഉണ്ടാക്കുക. പീഠമേനെ കൊണ്ടാ? പ്ലാവ്. അത് ഓരോ കല്യാണത്തിനും ഓരോ പുതിയ ഉണ്ടാകും. ഈ പാലമരം ഉപയോഗിക്കാനുള്ള കാരണം എന്താ? എല്ലാം അതായത് ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുച്ചോട് എല്ലാ സ്ഥലത്തും പാലം ഉപയോഗിക്കാം. അത് മാത്രമല്ല ഈ കന്നിക്കലവറ കണ്ടോളെ ഇല്ലേ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണുണ്ട് പാലിനെ കൊണ്ട്. ആ തൂണാണ് ആദ്യമായിട്ടാണ് പണി തീർത്തിൽ പ്രതിഷ്ഠിക്കുക. അതിനുശേഷം ബാക്കി പണി തുടങ്ങുക. ഫെബ്രുവരി 4 മുതൽ 7 വരെയാണ് കോറം മുച്ചിലോട്ടുകാവ് പെരിങ്കളിയാട്ടം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറം മുച്ചിലോട്ടുകാവ് പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ ഖാദി വിപണന മേള ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. കോറം ശ്രീ മുച്ചിലോട്ടുകാവ് പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ ആരംഭിച്ച ഖാദി വിപണന മേള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, മാനേജർ ഇ പി ബാലകൃഷ്ണൻ, കൌൺസിലർമാരായ കെ കെ ഫൽഗുനൻ, കെ വി ഭവാനി ടീച്ചർ, എം ഗൌരി, ആഘോഷ കമ്മിറ്റി കൺവീനർ പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ടി വി ഗോവിന്ദൻ കോമരം ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. എം അംബു, കാമ്പ്രത്ത് രമേശൻ, എം രാമകൃഷ്ണൻ, നന്ദകുമാർ, അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫെബ്രുവരി 4 വരെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് മേള. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ കോഴിയും കൂടും വിതരണം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ മൃഗസംരക്ഷണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായാണ് 2021-22 വാർഷിക പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് 20 വീതം കോഴിയും കൂടും നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്രകാരം പരിശീലനം ലഭിച്ച 20 കുടുംബങ്ങൾക്കാണ് കോഴിയും കൂടും വിതരണം ചെയ്തത്. ഒരു കുടുംബത്തിന് 15,000 രൂപയാണ് പദ്ധതി തുക. കോഴിയും കൂടും വിതരണത്തിന്റെ പടന്ന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. കോഴിമുട്ട ഉൽപാദനത്തിൽ ഒരു സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ പടന്ന പഞ്ചായത്ത് മോഡൽ CDSന് 20 കുടുംബങ്ങൾക്ക് 20 കോഴി വീതം അതുപോലെ തന്നെ കൂട് 15,000 രൂപ അനുവദിച്ചുകൊണ്ട് ആ 15,000 രൂപ നൽകുന്ന വായ്പ മാസത്തിൽ 870 രൂപ തിരിച്ചടക്കുന്ന രൂപത്തിൽ 1.5 വർഷം കൊണ്ട് ഇത് തിരിച്ചടക്കുന്ന രൂപത്തിലൊരു പദ്ധതിയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. CDS ചെയർപേഴ്സൺ സി റീന അധ്യക്ഷയായി. ബ്ലോക്ക് കോർഡിനേറ്റർ കവിത, വൈസ് പ്രസിഡന്റ് P ബുഷ്ര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TKM മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് EK ആനന്ദവല്ലി നിർവഹിച്ചു. നിയുക്ത പ്രസിഡന്റ് VK ബാവ ചടങ്ങിൽ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ M മാലതി, പഞ്ചായത്ത് അംഗങ്ങളായ ഷംസുദ്ദീൻ IT, MK ഹാജി, M ഫരീദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി GMUP സ്കൂളിൽ ഹാപ്പി ഡ്രിങ്ക്സ് പ്രദർശനം സംഘടിപ്പിച്ചു. നല്ല ആരോഗ്യശീലങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിലാണ് സ്കൂളുകളിൽ പ്രദർശനം നടത്തുന്നത്. കൃത്രിമ ഭക്ഷണങ്ങളോടും പാനീയങ്ങളോടും ഏറെ താല്പര്യമുള്ള കുട്ടികളാണ് ഇന്ന് ഏറെയും. ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുമുണ്ട്. കുട്ടികൾ അനുഭവിക്കുന്ന പോഷകക്കുറവ് മറികടന്ന് പുത്തൻ പ്രകൃതിദത്തമായ പാനീയങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിനൊപ്പം അവ ശീലമാക്കുന്നതും ലക്ഷ്യമിട്ടാണ് സ്കൂളുകളിൽ ഹാപ്പി ഡ്രിങ്ക്സ് പ്രദർശനം നടത്തുന്നത്. മാടായി GMUP സ്കൂളിൽ നടന്ന പ്രദർശനത്തിൽ ചെമ്പരത്തി ജ്യൂസ്, ഉണക്കനെല്ലിക്ക പാനീയം, പുതിന ജ്യൂസ്, പൈനാപ്പിൾ തുടങ്ങി 100ഓളം പാനീയങ്ങളാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയത്. മാടായി AEO TV അജിത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഇതിൻ്റെ പാചക രീതിയടക്കം, പാചകമില്ല എന്നാൽ അവരുണ്ടാക്കുന്ന രീതിയടക്കം നല്ല രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നാന്തരം പതിപ്പുകളായി നമുക്ക് ഇറക്കാൻ പറ്റും. ഓരോ ക്ലാസ്സിനും അതൊരു നൂതന സംരംഭമായിരിക്കും. നമ്മളിപ്പോൾ എൻ്റെ വിദ്യാലയം എൻ്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് വിവിധ രചനകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ പാനീയ നിർമ്മാണം ഓരോ ക്ലാസ്സിനും പ്രത്യേക പതിപ്പിറക്കാൻ മാത്രം ഇവിടെ അത്രയേറെ വിഭവങ്ങൾ വളരെ നല്ല രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ആസ്വദിച്ചു. ഇവിടുത്തെ രക്ഷിതാക്കളുടെ നല്ലൊരു പിന്തുണ ഈ വിദ്യാലയത്തിനുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ വിദ്യാലയത്തിലെ കുട്ടികൾ പഠിക്കാനുള്ള കാര്യമാണ്.
BPC MV വിനോദ് കുമാർ, സ്കൂൾ പ്രഥമാധ്യാപകൻ ടി സൈനുദ്ദീൻ, PTA പ്രസിഡന്റ് ആഷിദ് പുഴക്കൽ, അധ്യാപകരായ ബാബു, ജിതേഷ്, റഹ്മത്ത്, ഷീബ, ഇ രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 26 നടക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കണ്ടോന്താർ മുതൽ ചന്തപ്പുര വരെയാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. കേരളമാകെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ സംഗമം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 26 നടക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ മുന്നോടിയായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കണ്ടോന്താർ മുതൽ ചന്തപ്പുര വരെയാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. 25 വനിതകളുടെ ഇരുചക്രവാഹന റാലിയോടുകൂടിയാണ് വിളംബര ഘോഷയാത്ര നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ N കാർത്തിയായനി, VM കോമളവല്ലി, വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ KG ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൃഷി, ഭൂമി, പുതുകേരളം എന്ന മുദ്രാവാക്യവുമായി KSKTU സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് ജനുവരി 26 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സ്വീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ചെറക്കളയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത KSKTU പ്രക്ഷോഭ പ്രചരണ ജാഥ 26 കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരം 5 മണിയോടെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ജില്ലാതിർത്തിയായ കാലിക്കടവിൽ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ കണ്ണൂർ ജില്ലയിലേക്ക് സ്വീകരിക്കും. ജില്ലയിലെ ആദ്യ സ്വീകരണവും അന്നത്തെ സമാപന പരിപാടിയും പയ്യന്നൂരിലാണ് നടക്കുന്നത്. പയ്യന്നൂരിലെ ജാഥാ സ്വീകരണം വിജയിപ്പിക്കാൻ വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചതായി സംഘാടക സമിതി ഭാരവാഹികളും നേതാക്കളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ, മാടായി, പെരിങ്ങോം ഏരിയയിലെ പ്രവർത്തകരാണ് പയ്യന്നൂരിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുക. ജാഥാംഗങ്ങൾക്ക് പുറമെ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ V ശിവദാസൻ MP സ്വീകരണ യോഗത്തിൽ സംസാരിക്കും. കൃഷി, ഭൂമി, പുതുകേരളം എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് പ്രക്ഷോഭ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. N ചന്ദ്രനാണ് ജാഥ ലീഡർ. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടക്കുന്ന സ്വീകരണ പൊതുസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ അറിയിച്ചു. TI മധുസൂദനൻ MLA, പോത്തേര കൃഷ്ണൻ, T ഗോപാലൻ, TV രാജൻ, CM ഗോവിന്ദൻ, K രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിവിക് കൊടക്കാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്. സാമൂഹ്യ പ്രശ്നങ്ങളോട് വ്യത്യസ്ത രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കണക്കിലെടുത്താണ് അവാർഡ്. നാടകരംഗത്തും കളംപാട്ടിനെ പുനരാവിഷ്കരിച്ച് സാമൂഹ്യ വിമർശനത്തിനുള്ള ശക്തമായ ഉപാധിയാക്കിയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെന്ന നിലയിലും സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു സിവിക് കൊടക്കാടിന്റേത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ഒറ്റയാൾ പട്ടാളം പോലെ സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന സുരേന്ദ്രൻ കൂക്കാനത്തിനാണ് ഇത്തവണ ലഭിച്ചത്. ജനങ്ങളുടെ പിന്തുണയോടെ ഹ്രസ്വ സിനിമകൾ നിർമ്മിച്ച് സാമൂഹ്യ പ്രാധാന്യമുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ സുരേന്ദ്രൻ കൂക്കാനം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു. സമൂഹത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളോട് വേറിട്ട പ്രതികരണങ്ങൾ കൊണ്ട് സുരേന്ദ്രൻ കൂക്കാനം മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. പരിസ്ഥിതിവാദിയായ സുരേന്ദ്രൻ കലയെ സാമൂഹ്യ വിമർശനത്തിനുള്ള ഉപാധിയാക്കുന്നതിൽ നൂതന ശൈലി അവലംബിക്കുന്നതിൽ എന്നും മുന്നിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രത്യേക പഠനപരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി പ്രത്യേക പരിശീലന പരിപാടിയുമായി ചെറുപുഴ പഞ്ചായത്ത്. ഫെബ്രുവരി 5 ചെറുപുഴ JMUP സ്കൂളിൽ ഇതിനായുള്ള ക്യാമ്പ് നടക്കും. പരിപാടിയുടെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്തിലെ പഠനപരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കി
അവർക്ക് പരിശീലനം നൽകി അവരെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരണം ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. KK ജോയി, M ബാലകൃഷ്ണൻ, CK രാധാകൃഷ്ണൻ മാസ്റ്റർ, KT രാമചന്ദ്രൻ, MV വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. KF അലക്സാണ്ടർ ചെയർമാനും V ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ കൺവീനറുമായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. CPM നേതാവായിരുന്ന N ശ്രീധരന്റെ 2ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കടുമേനിയിൽ ശ്രീധരൻ അനുസ്മരണ സമ്മേളനവും പൊതുയോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കടുമേനിയിൽ നടന്ന N ശ്രീധരൻ അനുസ്മരണ സമ്മേളനവും പൊതുയോഗവും CPM ജില്ലാ കമ്മിറ്റി അംഗം എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിനകത്ത് മൗലികമായ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഉന്നയിക്കപ്പെടുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പൗരത്വ ഭേദഗതി ബിൽ വന്നില്ലേ രാജ്യത്ത്? ഇവിടെ നിങ്ങൾക്കറിയാം, പല മേഖലകളിലും കയറിയിറങ്ങി വല്ലാത്ത സ്നേഹവും വിനയത്വവും എല്ലാം കാണിച്ചു കൊള്ളുന്ന ജനവിഭാഗമില്ലേ? വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എളേരി ഏരിയ സെക്രട്ടറി PK സുകുമാരൻ, ജോസ് പതാലിൽ, CJ സജിത്ത്, PK മോഹനൻ, KP നാരായണൻ, ശിവദാസൻ കൊല്ലാട എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കുടുംബശ്രീ 25ാം വാർഷികം ചുവട് 2023ന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്തു. കുടുംബശ്രീ 25ാം വാർഷികം ചുവട് 2023 അയൽക്കൂട്ട സംഗമത്തിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. വടശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാത്തിൽ ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് CDS മുൻ ചെയർപേഴ്സൺ അനസൂയ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ U ജയശ്രീ അധ്യക്ഷയായി. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിറ്റാജി തോമസ്, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ, CDS വൈസ് ചെയർപേഴ്സൺ PP സബിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആദ്യ ചെയർപേഴ്സണുള്ള ഉപഹാരം U ജയശ്രീ സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് കിഴക്കേക്കോവിലിൽ CH എറമുള്ളാൻ അനുസ്മരണം നടന്നു. KK ഗംഗാധരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് കിഴക്കേക്കോവിലിൽ നടന്ന CH എറമുള്ളാൻ അനുസ്മരണ യോഗം KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. K പവിത്രൻ അധ്യക്ഷത വഹിച്ചു. K ചന്ദ്രിക, KK ഫൽഗുനൻ, VKP ഇസ്മയിൽ, VE രാകേഷ്, കൂലേരിക്കാരൻ ബാബു, വോളി കോച്ചുമാരായ T ബാലചന്ദ്രൻ, T അഗസ്ത്യൻ, PP കൃഷ്ണൻ, M ബാലകൃഷ്ണൻ, KV ശശിധരൻ, P ഗംഗാധരൻ, M മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാം വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണവും നടത്തി. പ്രിൻസിപ്പൽ സിജോം സി ജോയ് വാർഷിക റിപ്പോർട്ടും സേവനാനുസ്മരണവും അവതരിപ്പിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിച്ചു. ചിറ്റാരിക്കൽ AEO MT ഉഷാകുമാരി, ഫാദർ മെൽബിൻ തെങ്ങുംപള്ളി, ജോസ് കുത്തിയതോട്ടിൽ, മാർട്ടിൻ ജോസഫ്, ഡൊമിനിക് കോയ്ത്തുരുത്തേൽ, ശുഭലക്ഷ്മി പ്രദീപ്, ബിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യ ഗോസ്പൽ ചർച്ച് സംഘടിപ്പിക്കുന്ന സുവാർത്താ സമ്മേളനം 2023 ജനുവരി 27-28 തീയതികളിൽ വിളയാങ്കോട് ഇന്ത്യ ഗോസ്പൽ ചർച്ച് അങ്കണത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 57ാമത്തെ സുവാർത്താ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കും. വിളയാങ്കോട് 57 കൊല്ലമായിട്ട് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. നമ്മുടെ ചർച്ച ഇപ്പോൾ വിളയാങ്കോടാണ്. വിളയാങ്കോട് ജനുവരി മാസമായി മീറ്റിംഗ് നടത്താം.
ഇന്ത്യ ഗോസ്ബൽ ചർച്ച് സംഘടിപ്പിക്കുന്ന സുവാർത്താ സമ്മേളനം 2023 ജനുവരി 27-28 തീയതികളിൽ വിളയാങ്കോട് ഇന്ത്യ ഗോസ്ബൽ ചർച്ച് അങ്കണത്തിൽ നടക്കും. 2 ദിവസങ്ങളിലും വൈകുന്നേരം 5:30 മുതൽ രാത്രി 8:30 വരെയാണ് പരിപാടി നടക്കുക. ഡോക്ടർ ജേക്കബ് മാത്യു, പാസ്റ്റർ CM റോയ്, പാസ്റ്റർ KS എബ്രഹാം, തിമോത്തി എബ്രഹാം എന്നിവർ പ്രസംഗിക്കും. ഏബൻ ഏസ്റ്റർ വോയിസ് ടീം ഒരുക്കുന്ന സംഗീത സായാഹ്നവും നടക്കും. 29 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ നടക്കുന്ന സംയുക്ത ആരാധനയോടെ സുവാർത്താ സമ്മേളനം സമാപിക്കും. പാസ്റ്റർ MK സാം, വിനു ഐസക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുടുംബശ്രീ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അയൽക്കൂട്ട സംഗമം ചുവട് 2023 ഭാഗമായി രാമന്തളിയിൽ വിളംബര ഘോഷയാത്ര നടന്നു. നിരവധി പേർ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. അയൽക്കൂട്ട സംഗമം ചുവട് 2023 ഭാഗമായി രാമന്തളി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് CDSന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, വാർഡ് മെമ്പർമാരായ CM സുമതി, NV സജിനി, CDS ചെയർപേഴ്സൺ PV ഇന്ദിര, CDS വൈസ് ചെയർപേഴ്സൺ OK പമിത, 8ാം വാർഡ് CDS അംഗം ലത, ADS സെക്രട്ടറി V മിനി, കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. SBI ചെറുപുഴ തിരുമേനി ശാഖകളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾക്കുള്ള വായ്പാ പദ്ധതി ചെറുപുഴ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. SBI കാഞ്ഞങ്ങാട് റീജിയണൽ മാനേജർ ധനഞ്ജയ മൂർത്തി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾക്കുള്ള വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം SBI കാഞ്ഞങ്ങാട് റീജിയണൽ മാനേജർ ധനഞ്ജയ മൂർത്തി നിർവഹിച്ചു. SBI ചെറുപുഴ ബ്രാഞ്ച് മാനേജർ TG ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. SBI കാഞ്ഞങ്ങാട് ചീഫ് മാനേജർ ബൈജു പദ്ധതി വിശദീകരിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, CDS ചെയർപേഴ്സൺ സുനിത കുമാരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാന്റി കലാധരൻ, തിരുമേനി SBI ബ്രാഞ്ച് മാനേജർ ഹരിപ്രിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ ശ്രീ മഹാശിവക്ഷേത്ര ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 31-ന് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. മേക്കാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പാരായണം. ഞായറാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ശ്രീ കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷത്തോടും താലപ്പൊലിയോടും കൂടിയാകും ഘോഷയാത്ര നടക്കുക. തുടർന്ന് വിളക്ക് പൂജയും നടക്കും. 31-ന് ചൊവ്വാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവത്തോടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാമ്പോലൻ മനോഹരൻ നേണിക്കം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റും. ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയത് ആയിരങ്ങൾ. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INDUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ലോട്ടറി ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും. എഴുത്തു ലോട്ടറിക്കെതിരെ നടപടിയെടുക്കുക, 50-50 ലോട്ടറി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. ഉൾപ്രദേശങ്ങളിലുള്ള 100കണക്കിന് വിദ്യാർത്ഥികൾ യാത്രയ്ക്കായി അനുഭവിക്കുന്നത് വലിയ പ്രയാസം. സ്കൂൾ ബസിനായി നിവേദനം നൽകിയിട്ടും ഫലമില്ല. എന്ന ആശയവുമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നിത്യവിമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി സർവേ നടപടികൾ പൂർത്തിയായി. മുന്നോടിയായി പൊതുസഭയും നടന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിലെ കുടിവെള്ളം മലിനമാകുന്ന സാഹചര്യത്തിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.